വരാൻ പോകുന്നു സാത്താന്റെ പ്രതിമ. ശ്രദ്ധയോടെ ഇരിക്കണം. എന്താ സാത്താന്റെ പ്രതിമ? നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം. നമ്മുടെ തൊട്ടടുത്ത് തിരുവനന്തപുരം ടെക്നോ പാർക്ക്, കൊച്ചിയിൽ ഇൻഫോ പാർക്ക്, ബോംബെ IIT, ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റി, ഇവിടെയെല്ലാം നമ്മുടെ കൈയട ചൂട് നോക്കുന്നത് ഒരു കാരണവശാലും മനുഷ്യരല്ല, റോബോട്ട് മനുഷ്യന്റെ ചൂട് നോക്കുന്ന കൈമേലും നെറ്റിമേലും നിയന്ത്രിത മനുഷ്യൻ. ആ ചൂട് കൈമേൽ നോക്കുമ്പോൾ അവർ ഡോർ തുറന്നു തരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഒമിക്രോൺ ഈ തരത്തിൽ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, മൃഗത്തിന്റെ പ്രതിമകൾ ഇവിടെ വരാൻ പോകുന്നു. 2017 ഡിസംബർ മാസം 6-ാം തീയതി സൗദി അറേബ്യയിൽ നിന്നൊരു പെൺകുട്ടി വന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, അവളുടെ പേര് എല്ലാ സ്കൂളിലുമുണ്ട് ഈ ഫോട്ടോ. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. ഒരു റോബോട്ട് വന്ന് സംസാരിച്ചു. അവളുടെ അനിയത്തിമാർ ഇന്ന് പല സ്ഥലത്തുമുണ്ട്, നീര, റാഡ, മിത്ര. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കോവിഡ് കാലത്തിൽ റോബോട്ട് രംഗപ്രവേശം ചെയ്യുന്നു. ശ്രദ്ധയോടെ ഇരിക്കണം. സയൻസും ബൈബിളും കമ്പയർ ചെയ്താൽ പോകേണ്ടത്. ഡൽഹിയിൽ നിന്ന് UK പഠിക്കുന്ന കുഞ്ഞുങ്ങളെ എടുക്കാൻ ഒരു വിമാനം പോയി. അതിനകത്ത് 40 പിള്ളേർക്ക് കോവിഡ് ആയിരുന്നു. വിമാനം തിരിച്ച് ഡൽഹിയിൽ ഇറങ്ങിയപ്പോൾ പൈലറ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, ക്ലീൻ ചെയ്യാൻ. ആ ക്ലീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ക്ലീൻ ചെയ്യത്തില്ല, 40 പേർ കോവിഡ്. അന്ന് എന്താ സംഭവിച്ചത്? ഒരു റോബോട്ടിന്റെ എല്ലാ പത്രങ്ങളും വാർത്ത കൊടുത്തു. ഒരു നിയന്ത്രിത മനുഷ്യന്റെ സാനിറ്റൈസർ കൊടുത്തപ്പോൾ പ്ലെയിൻ വൃത്തിയാക്കി. അന്ത്യകാലം റോബോട്ട് പ്ലെയിൻ ക്ലീൻ ചെയ്തെങ്കിൽ സാത്താന്റെ പ്രതിമ നമ്മുടെ കമ്പ്യൂട്ടറിൽ വരാൻ പോകുന്നു. ഇനിയുള്ള കാലം നിങ്ങൾ കേൾക്കണം. 1945 P1 ആദ്യത്തെ കമ്പ്യൂട്ടർ ഫിലാഡൽഫിയ. 1961 P2 അതും അമേരിക്ക. 1971 P3 അമേരിക്ക. 87 ആ കമ്പ്യൂട്ടറിന്റെ 4ാമത്തെ പതിപ്പിറങ്ങിയത്. അന്നാണ് ഈ പ്ലെയിന്, ട്രെയിന് എല്ലാം ബുക്ക് ചെയ്തത് കമ്പ്യൂട്ടർ വഴി. 87. അതാ 4. ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ എത്ര എത്തി? 4.5. ആ 4.5 ഇന്നത്തെ വാട്സപ്പ്, വോയിസ് കാള്. അങ്ങനെ വല്ല ഓർക്കുന്നുണ്ടോ? 4.5. ഇവിടെ ഇരിക്കുന്ന അമ്മാമ്മ ഗൾഫിലിരിക്കുന്ന മോനോട് ചോദിക്കും, മോനെ പ്രൈസ് ദി ലോർഡ്, ഇന്നെന്ത് വൈകിട്ട് കഴിച്ചു? ചപ്പാത്തി ആയിരുന്നോ ചിക്കൻ ആയിരുന്നോ? ഒരു കറക്കം കറങ്ങും, അവിടെ ഒരു മാർക്ക് അടിക്കും, സ്വോത്രം. അത് കഴിയുമ്പോൾ മോനെ കീക്കി കൂക്കു അടിക്കും. അമ്മച്ചിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ ഇങ്ങോട്ട് അടിക്കും, മമ്മി ഞാൻ ഇന്ന് കുബോസും ചിക്കൻ കറിയാ കഴിച്ചത്, മമ്മി സുഖമായിരിക്കുന്നു, ഫോൺ വേണോ? ഇങ്ങനൊരു കറക്കം കറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? കുഴപ്പത്തിലാക്കുന്ന വാട്സപ്പ്. അവിടം വരെത്തി 4.5 കമ്പ്യൂട്ടർ. സ്വോത്രം. സന്തോഷം ഇല്ലല്ലോ? 5ാമത്തെ പതിപ്പ് വരും, 5G സാറ്റലൈറ്റ്. അതൊക്കെ ഇന്ന് പറഞ്ഞാൽ തീരത്തില്ല. ദയവീത് ഇതിന്റെ ഭാഗം ഞാൻ ബാക്കി ഭാഗം പേട്ടയിൽ വെളിപ്പാട് പ്രസംഗിക്കും. ആ പേട്ട സ്റ്റേഡിയത്തിനകത്ത്, ആ ഹാളിനകത്ത് 14-15 അന്നേരം ബാക്കി ഭാഗം എല്ലാം കൂടി ഇന്ന് രാത്രി 10:30 വരെ ഒന്നും പ്രസംഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനെപ്പറ്റി പറയാം. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് സാത്താന്റെ പ്രതിമ വരും. കമ്പ്യൂട്ടർ ആര് പഠിപ്പിച്ചു? ആരെങ്കിലും പഠിപ്പിച്ചോ? കോവിഡ് കാലത്ത് നമ്മുടെ കൊച്ചു മോൻ അവൻ സ്കൂളിൽ പോയ ചെന്നിലോട് WW ക്ലാസ് 1 അമ്മച്ചിയുടെ സ്മാർട്ട് ഫോൺ എടുത്ത് അവൻ പൊന്നുപോലെ ചാറ്റ് ചെയ്തു. സ്വോത്രം. ആരെങ്കിലും പഠിപ്പിച്ചോ? ഇല്ല. 85 വയസ്സുള്ള അച്ചായൻ ആനേറെ മോനോട് പറഞ്ഞു, നാളെ മര്യാദയ്ക്ക് 38 ID എനിക്ക് ചാർജ് ചെയ്തുകൊണ്ട് വരണം. ശനിയാഴ്ച രാവിലെ വീട്ടിലെ സഭായോഗം അച്ചായനെ കാണും. ആരെങ്കിലും അടിക്കണോ? WW. അച്ചായനും കമ്പ്യൂട്ടർ പഠിച്ച് ബ്രില്യൻസിൽ പോയതില്ല, ടൈമിൽ പോയില്ല, യൂണിവേഴ്സിറ്റിയിൽ പോയില്ല, സർക്കാരിന്റെ കോളേജിൽ പോയില്ല. കോവിഡ് എല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പഠിച്ചു. സ്വോത്രം. അത് ഈ പിള്ളാരാ മന്നന്മാര്, നമ്മളെക്കാളും പരിപാടി റെഡിയാക്കിയവന്മാര്. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഈ സ്മാർട്ട് ഫോണിനകത്ത് ഇപ്പോൾ നിങ്ങളുടെ ടാബിനകത്തും ലാപ്ടോപ്പിനകത്തും അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ നേരെ കുത്തിയാൽ സിസ്റ്റം ഓണാവോ? ഇല്ലല്ലോ. ഒരു പിൻ നമ്പർ അങ്ങനെ വല്ലവർക്കും അറിയാമോ? മിണ്ടുന്നില്ലല്ലോ, കൈ ഉയർത്തുന്നില്ലല്ലോ. എല്ലാ TPM-കാർ ആരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കത്തില്ല, കുഞ്ഞു ഫോണെ ഉപയോഗിക്കൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വോത്രം. നിങ്ങളുടെ മൊബൈലിനകത്ത് നിങ്ങളുടെ ജനന തീയതി ഒരു നമ്പരോ ഇങ്ങനെ കറക്കത്തില്ലേ, അമ്മാള് കറക്കുന്ന പോലെ. സ്വോത്രം. അത് ഞെക്കിയിട്ടല്ല സൈറ്റ് വരുമോ? ഇല്ലല്ലോ. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരാൻ പോകുന്നു. ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിന് ആധാരമായി നമ്മുടെ തിരുവനന്തപുരം, ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങൾ ഏറ്റവും കൂടുതൽ ഈ സിറ്റിയിലാണല്ലോ, നിങ്ങൾക്കറിയാം. ഈ നിൽക്കുന്ന തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി. അവന്റെ പേര് സാത്താനെ ആരാധിക്കുന്ന കാടൽ ജിൻസൺ രാജ. അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? കൈ ഉയരുന്നോ?
കാടൽ ജിൻസൺ രാജ. പാഷമാരും കൈ വരുന്നില്ലല്ലോ. ഒരപ്പനെയും അമ്മയെയും കവടിയാറിൽ പെങ്ങളെയും സഹോദരിയെയും പച്ചയ്ക്ക് വെട്ടി നുറുക്കി പേരൂർക്കട പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ കൊണ്ടുവന്ന് കത്തിച്ച കാഴ്ച വല്ലോരും കണ്ടായിരുന്നു? ആരും കാണുന്നില്ലല്ലോ. പണത്തിന് വേണ്ടിയാണോ? തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര സ്വന്തമായിട്ട് ബിൽഡിങ്, അത് കഴിഞ്ഞ് തേക്കുപാറ അമ്പൂരി കൂട്ടപ്പ് കഴിയുമ്പോൾ ഗണപതിക്കല്ല് കളിയൽ. നിങ്ങൾ ഇവിടെ എങ്ങും പോയിട്ടില്ല, എന്നെ സമീപിക്കണം, എല്ലായിടത്തും ഞാൻ കൊണ്ടുപോകാം. സ്വോത്ര ഗണപതിക്കല്ല് കളിയലിൽ പോകുമ്പോൾ 14 ഏക്കർ തോട്ടമാണ് കാടൽ ജിൻസൺ രാജയ്ക്ക്. ആ തോട്ടത്തിനകത്ത് ആയിരക്കണക്കിന് ഷീറ്റ്. എന്തിനു വേണ്ടി? അവൻ അപ്പനെയും അമ്മയെയും പെങ്ങളെയും കൊന്നു. ആദ്യം കസ്റ്റഡിയിലെടുത്തത് പേരൂർക്കട പോലീസ്, സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് കൊടുത്തു. പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല. കേരള പോലീസിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനവന്റെ മാൻഡേറ്റ് അറിയാൻ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞൊരു വാർത്ത, തിരുവനന്തപുരം ഞെട്ടരുത്, തിരുമല മുതൽ തിരുവനന്തപുരം നാലാഞ്ചിറ വരെ സാത്താനെ ആരാധിക്കുന്ന കേന്ദ്രങ്ങൾ തിരുവനന്തപുരം സിറ്റിയിൽ. അവർ വാർത്ത കൊടുത്തില്ല. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടും. തിരുവനന്തപുരംകാർ കേക്ക്. അദ്ദേഹത്തിനോട് അവൻ പറഞ്ഞത്, അവൻ രാത്രിയുടെ യാമത്തിൽ സാത്താനെ ആരാധനയ്ക്ക് പോകുന്നവൻ. എവിടെ നിന്ന് ഇത് പഠിച്ചു? അവനെ റഷ്യയിലോ ഇതിന് MBBS വിട്ടപ്പോൾ അവിടുത്തെ ബ്ലാക്ക് മാസിന്റെ കൂട്ടത്തിൽ പോയവനാ കാടൽ ജിൻസൺ രാജ. ആ ഉദ്യോഗസ്ഥ അവനോട് ചോദിച്ചൊരു കാര്യമുണ്ട്, കുഞ്ഞ്, നീ എന്തിനാ നിന്റെ അപ്പനെയും അമ്മയും പെങ്ങളെയും വീട്ടിലെ ബന്ധുവിനെയും കൊന്നത്? സ്വത്തിനല്ല, പണത്തിനല്ല. കൊന്നതെന്താ? അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവനോട് സാത്താൻ പറഞ്ഞു, മനുഷ്യനെ കൊന്നാൽ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഈ ദുരുപദേശം പറഞ്ഞത് കൊണ്ട് തിരുവനന്തപുരം പട്ടണത്തിനകത്ത് കാടൽ ജിൻസൺ രാജ 4 പേരെ സാത്താനെ ആരാധിക്കുന്നവൻ കൊന്ന തലമുറയോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന സജു ചാത്തന്നൂർ അക്കമിട്ട് പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലാൽ. ഇത് ചെയ്യേണ്ടത് ചെന്നിലോട് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് പ്രിയന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. കാര്യം മനസ്സിലാക്കിയതൊക്കെ എന്താ സംഭവം? ആളെയൊന്നും ഞാൻ പറയത്തില്ല, ഇതൊക്കെ നമ്മളോട് പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിന്റെ 5ാമത്തെ പതിപ്പ് വരുന്നു, സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത്. അതുകൊണ്ട് ഇപ്പം ടെക്നോ പാർക്കിലെ ജോലിയുള്ളവർക്ക് എന്തായി? വർക്ക് ഫ്രം ഹോം. കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ട് ആഫീസിൽ പോകണോ? കൈ ഉയർത്തിയാട്ട് അച്ചായം കൈ ഉയർത്തുന്നു. ബാക്കി ആരും കമ്പ്യൂട്ടർ അറിയത്തില്ല. ടെക്നോ പാർക്ക് ജോലിയുള്ള വലിയ കമ്പനി ജോലിയുള്ളവരോട് എന്തോ പറയുന്നത്? നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്താൽ മതി. ആരുടെ മുൻപിലാക്കി? എല്ലാരെയും 14 ഇഞ്ച് കമ്പ്യൂട്ടറിന്റെ മുമ്പിലാക്കി. നടുവേദനയ്ക്ക് പ്രത്യേക കുഴമ്പും കണ്ണാടിയും മേടിച്ചുകൊണ്ടാൽ മതി, അത് വേറെ കാര്യം. സ്വോത്രം തീർന്നില്ല. അങ്ങനെയെങ്കിൽ സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരും. ഇന്നത്തെ പിൻ നമ്പർ മാറും. സാത്താന്റെ ഇഷ്ടം എന്താ? ആരെ ആരാധിക്കണമെന്ന്? അവനെ ആരാധിക്കണം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോഗ് ദുരാസു സമഭൂമിയിൽ അവരുണ്ടായിരുന്നു. അവരെന്തോ പറഞ്ഞു? നെബൂഖദ്നേസർ സ്വോത്രാഴ്ച കൊടുക്കാൻ പറഞ്ഞു. ഇല്ല, നിങ്ങളൊന്ന് വണങ്ങാൻ പറഞ്ഞു. യേശുവിനെ ഉയർന്ന മലയിൽ കൊണ്ടുപോയി. പിശാച് എന്തുവാ പറഞ്ഞതെന്നറിയാമോ? ഈ കാണുന്നതെല്ലാം തന്നേക്ക, ഒന്ന് വണങ്ങിയേക്കാൻ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കോവിഡിന്റെ മറവിൽ 5G സാറ്റലൈറ്റിനോടനുബന്ധിച്ച് നമ്മുടെ പാസ്വേഡും പെൻഡ്രൈവും പിൻഡ്രൈവും എല്ലാം മാറാൻ പോകുന്നു. സാത്താന്റെ പ്രതിമ വരുമ്പോൾ നമ്മളൊന്ന് കരമുയർത്തി അവനെ വണങ്ങുമ്പോൾ സൈറ്റ് ഓപ്പൺ ആക്കി കിട്ടാൻ പോകുന്നു. അതിന്റെ പേരാ മൃഗത്തിന്റെ പ്രതിമ. 4:30 എർവിൻ 5ലേക്ക് സാറ്റലൈറ്റിലേക്ക്. ബൈബിളിനകത്തുണ്ടോ? സാത്താന്റെ പ്രതിമ അന്ത്യകാലത്ത് വരും. കിടക്കുന്നത് സൗദിക്കാരി സോഫിയ വന്നു. ടെക്നോ പാർക്ക് ചൂടളക്കാൻ പെങ്കൊച്ചു വന്നു. ഇൻഫോ പാർക്കിൽ അളക്കാൻ വന്നെങ്കിൽ സാത്താന്റെ പ്രതിമ അന്ത്യകാലത്ത് എവിടെ? വായിക്കാൻ ബിനു ബ്രദറെ, വെളിപ്പാട് പുസ്തകം 13-15 അന്ത്യകാലം വായിച്ചാട്ടെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും. താണ്ട ഇപ്പം പിടികിട്ടിയോ? നിങ്ങൾ എല്ലാരും വചനം കേൾക്കണം. ഒരു 5 കൊല്ലം മുമ്പ് സജു ചാത്തന്നൂർ കുമാരപുരത്ത് പ്രസംഗിച്ച എന്റെ തലയിൽ ആൾക്കാർ കല്ലെറിഞ്ഞാണ്. സ്വോത്രം. താണ്ട സൗദിക്കാരി പെൺകുട്ടി വന്നില്ലേ, മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. കണ്ടില്ലേ? മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. അടുത്തത്, മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അതിന്റെ പേരാ നമ്മുടെ മൊബൈലിൽ ഇരിക്കുന്ന ഗൂഗിൾ. അവന്റെ ഇന്ത്യക്കാരെ സുന്ദർപ്പിച്ച. അത് കഴിഞ്ഞിട്ട് തൊടുപുഴക്കാരെ ഒരു ചെറുപ്പക്കാരനോട് ചേർന്നിട്ട് പറയുന്നു, ഞങ്ങൾ മനുഷ്യന്റെ പ്രതിമ ഉണ്ടാക്കി തരാൻ സംസാരിക്കുന്ന പ്രതിമ. ഗൂഗിൾ. അത് അന്ത്യകാലം. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, കോവിഡിന്റെ മറവിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത്
മൃഗത്തിന്റെ പ്രതിമ വെളിപ്പെടാൻ കാലമായി. ഒന്ന്, മൃഗത്തോടും. രണ്ട്, അതിന്റെ പ്രതിമയോടും. ഈ പ്രതിമ എവിടെ വരും? എല്ലായിടത്തും വരും. അമേരിക്ക ഇപ്പൊ പലയിടത്തും മൃഗത്തിന്റെ പ്രതിമ, അതുപോലെ ചർച്ചിലും വരും. ഇതെവിടെ വരും? യെരുശലേമിന്റെ ദേവാലയത്തിൽ വരും മൃഗത്തിന്റെ പ്രതിമ. യെരുശലേമിന്റെ ദേവാലയത്തിനകത്ത് മൃഗത്തിന്റെ പ്രതിമ വരുമോ? വായിക്കുന്നു, ബൈബിൾ പഠിച്ചോണ്ടേ ഇറങ്ങാവൂ. കർത്താവിന്റെ വരവായത്. മത്തായി 24:15-16 വാക്യം വായിച്ചോട്ടെ. മത്തായി 24:15-16 വാക്യം നോട്ട് ചെയ്തോട്ടെ ഇറങ്ങിപ്പോ. മത്തായി 24:15-16 വാക്യം വായിച്ചോട്ടെ. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പൊ അതിന്റെ പുറകെ അടുത്ത കാര്യം കൂടെ വരും. അപ്പോൾ അവസാനം വരും. അടുത്ത വാക്യം, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ. ചെന്നിലോട്ടുകാർ ബൈബിൾ പഠിച്ചോണ്ടേ ഇറങ്ങാവൂ. ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത. ഇതാ കമ്പ്യൂട്ടറിന്റെ പ്രതിമ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത്. വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ഗർഭിണിക്ക് പ്രസവവേദന വരുന്നല്ലോ യഹൂദൻ ഓടിപ്പോകും. വായിച്ചേട്ടമനെ അടുത്തത്, അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. ആന്റി ക്രൈസ്റ്റിന്റെ പ്രതിമ ആലയത്തിനകത്ത് വരും. അന്ത്യകാലം. ആന്റി ക്രൈസ്റ്റിന്റെ പ്രതിമ യഹൂദം വണങ്ങുമ്പോ ചെന്നിലോടുകാർ കേൾക്കണം. അവരെ ഇരിക്കുന്ന മോശയുടെ ന്യായപ്രമാണം തൽമൂദ് എന്താ എഴുതിയിരിക്കുന്നത്? മേലാകാശത്തിലും കീഴഭൂമിയിലും ഭൂമിക്കടിയിൽ വെള്ളത്തിലും യാതൊന്നിന്റെ പ്രതിമ ഉണ്ടാക്കരുത്, വണങ്ങരുത്. യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും, അവന്റെ പ്രതിമ യെരുശലേം ദൈവാലയത്തിനകത്ത് വെക്ക്. അത് വണങ്ങാത്തവന് IS-ന്റെ തീവ്രവാദികൾ കളിക്കാവിളയിൽ ASIയെ വെടിവെച്ചതുപോലെ, ഫ്രാൻസിൽ കഴുത്തറുത്തതുപോലെ യഹൂദന്റെ കഴുത്തറക്കുന്ന ഒരു കാലം വരും. ആ കാലത്ത് തലയറ്റ് വീഴുന്ന രക്തസാക്ഷികളുടെ പേരാ പീഡാകാല രക്തസാക്ഷികൾ. കരമൊന്ന് ഉയർത്തിയാട്ട് മക്കളെ. ഒരാത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇത്ര ഇലാബറേറ്റ് ആയിട്ട് ഞാൻ ബിലുബ്രദറിനെ കൊണ്ട് വായിക്കുന്നത്. എപ്പോഴേ 4 കാര്യം പറഞ്ഞ് നിർത്തായിരുന്നു. സ്തോത്രം. ഇന്ന് രാത്രി കോവിഡിന്റെ മറവിൽ മൃഗം. 2, ചൂട് നോക്കുന്നവന്റെ അളവിൽ റോബോട്ട്. ഗൂഗിളിന്റെ അളവിൽ സുന്ദർ പിച്ചയുടെ നേതൃത്വത്തിൽ തൊടുപുഴക്കാരൻ പറയുന്നു, മൃഗത്തിന്റെ പ്രതിമയെ വണങ്ങാൻ ഞങ്ങൾ ശരിയാക്കി തരാം. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, എന്താ? സാത്താന്റെ പ്രതിമ നിങ്ങളുടെ മൊബൈലിനകത്ത് വരുന്നതിന് മുമ്പ്, സാത്താന്റെ പ്രതിമ നിങ്ങളുടെ 14 ലാപ്ടോപ്പിനകത്ത് വരുന്നതിന് മുമ്പ്, സാത്താന്റെ പ്രതിമ യഹൂദന്റെ ദേവാലയത്തിനകത്ത് വെക്കുന്നതിന് മുമ്പ് മറ്റൊരു മുഖം മധ്യാകാശത്തിൽ വെളിപ്പെടും. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവസാനത്തുള്ള രക്തവും ഊറ്റിക്കൊടുത്ത യേശു രാജാക്കന്മാരുടെ രാജാവായി മധ്യാകാശത്തിൽ വരാൻ കാലമായി. ഇന്ന് രാത്രി ചെന്നിലോട്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന് പ്രതിഫലം കൊടുക്കുക എന്റെ കൈവശമുണ്ട്. ഇന്ന് രാത്രി ചെന്നിലോട് ഏറ്റുപറഞ്ഞാട്ട്, സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്ക്. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആനയറെ ആത്മാവ് സഭകളോട് പറയുന്നത്, ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്റെ യേശു വരാൻ കാലമായി. 90% പ്രവചനവും കണ്ട ഒരു തലമുറ എന്നിവിടെ ചെന്നിലോട്ടിരിക്കുന്നത്. ഇനി 10 കൂടെ ഉള്ള, അതിനെ വിട്ട് കർത്താവ് വരും. സ്വോത്രം. അതുകൊണ്ടാ പറഞ്ഞത് രാജ്യത്തിന്റെ സുവിശേഷം. ബിനുബ്രദർ വായിച്ച വാക്യം തുടക്കത്തിൽ, തീ കലർന്ന പളുങ്ക് കടൽ പോലെ. 1, നമ്പർ 1 മൃഗം. 2, മൃഗത്തിന്റെ പ്രതിമ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. 1950 അലൻ ടോറി എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഈ കമ്പ്യൂട്ടർ അവസാനം മനുഷ്യനെ കൊല്ലും. അതിനു വേണ്ടിയാ ഈ കോവിഡിനകത്ത് ഓഫീസ് തുറക്കണ്ട. എവിടായി? WW ഓൺലൈൻ. എല്ലാവരും പഠിച്ചില്ലയോ? വീട്ടുകാരും അടയ്ക്കുന്നത് മൊബൈലിൽ കൂടെ, ടാക്സ് അടയ്ക്കുന്നത് കമ്പ്യൂട്ടറിൽ കൂടെ. അതിന് 3 ആപ്പുമാർ വന്നില്ലേ മൊബൈലിൽ? സ്വോത്രം. കോവിഡ് കാലത്ത് കറിയാച്ചായൻ, തോമാച്ചായൻ, അവറാച്ചായൻ 3 ആപ്പ് വന്നില്ലേ? ആർക്കും അറിയത്തില്ലോ. ചിന്നമ്മാമ അവറാച്ചായനും ഒക്കെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പോയി കാശ് അടച്ചോ. അതിനുവേണ്ടി 2 അവന്മാർ 3 വന്നില്ലേ? ഗൂഗിൾ പേ, പേടിഎം ചെയ്യൂ, ഫോൺ പേ. സ്വോത്രം. മൊബൈലിനകത്ത് വന്നില്ലേ 3 ആപ്പ്? സ്വോത്രം. അന്ത്യകാലം. ഇതെല്ലാം ഒറ്റ നെറ്റ്വർക്ക് കമ്പ്യൂട്ടറിനകത്ത് ക്യാഷ് ഇല്ലാത്ത രഹിത കറൻസിയാക്കി ഒറ്റ കൺട്രോളിൽ ഒരു ഏകലോക ഗവൺമെന്റിലേക്കാ പോകുന്നത്. മൃഗത്തിന്റെ പ്രതിമ. വർക്ക് അറ്റ് ഹോം. ഓഫീസിൽ വരണ്ട, ഓൺലൈൻ വഴി വർക്ക് ചെയ്യാം. മനുഷ്യരനെ കമ്പ്യൂട്ടറിന്റെ അടിമയാക്കുന്നു. അന്ത്യകാലം. തൊടുന്നില്ല. ബാക്കി ഭാഗം. ഇനി 1 മൃഗം, 2 പ്രതിമ, 3 അതിന്റെ സംഖ്യയോട് ജയിച്ചവർ. എവിടെ സംഖ്യ?
തൊട്ടുവെക്കാം. വെളിപ്പാട് 13, 16, 17, 18 സയൻസിലേക്ക് വരും. വെളിപ്പാട് 13, 16, 17, 18 വാക്യങ്ങൾ കുഞ്ഞുങ്ങൾ വായിക്കുന്ന വാക്യം നോട്ട് ചെയ്യണം. വെളിപ്പാട് 13, 16, 17, 18 വായിച്ചാട്ടെ. അത് ചെറിയവരും വലിയവരും, ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ. അവിടം വരെ നിൽക്കട്ടെ. ഇപ്പൊ കാര്യം ക്ലിയർ ആയോ? സമ്പന്നൻ, ചെറിയവൻ, വലിയവൻ, ദരിദ്രൻ, ദാസൻ. ഈ കോവിഡ് വാക്സിൻ എടുക്കാൻ പോയി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിന് വേറെ കുപ്പിന്നാണ് കൊടുത്തത്, അല്ല കോവിഷീൽഡാണ് കൊടുത്തത്. നമ്മുടെ മുഖ്യമന്ത്രി വാക്സിൻ എടുത്തില്ലേ ശ്രീ പിണറായി വിജയൻ സാർ, അദ്ദേഹത്തിന് വേറെ കുപ്പിന്നാണ് കൊടുത്തത്. അദ്ദേഹത്തിന് കോവിഷീൽഡ് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ചോക്കുന്ന ചിന്നമ്മ സിസ്റ്റർ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിന്നപ്പോ ആ അമ്മാമയ്ക്കും അതേ കുപ്പിന്ന്. സ്വത്രം റെഡിയായില്ലയോ? സമ്പന്നൻ, ചെറിയവൻ, വലിയവൻ, ദരിദ്രൻ, ദാസൻ, ഏവർക്കും വലങ്കൈ നെറ്റി. അർത്ഥമൊരു മുദ്ര വരാൻ. കോവിഡ് കാലത്ത് ഇവിടെ ഓഫീസ് അടച്ചിരുന്നു, മാൾ അടച്ചിരുന്നു. നിങ്ങൾ തിരുവനന്തപുരത്ത് പോത്തീസിൽ പോയി എവിടാ ചൂട് നോക്കിയത്? കൈ ഉയർത്തിയാട്ടെ. വലം കൈയിൽ ചൂട് നോക്കിയവരെന്ന് കൈ ഉയർത്തിയാട്ടെ. ചർച്ചിൽ ചെന്നപ്പം കര ഉയരുന്നില്ലല്ലോ. നിങ്ങളുടെ ചൂടാരും നോക്കിയില്ലേ? കോവിഡ് കാലത്ത് ഒരു മീറ്ററുമായിട്ട് പെങ്കൊച്ച് പറഞ്ഞില്ല, ചേച്ചി കാണിക്കാൻ കീക്കി കൂക്കു. സ്വോത്രം 99 അടിച്ച് അന്നേരം പറഞ്ഞ അമ്മാമ്മ ചൂടുണ്ട്, വീട്ടിൽ പൊക്കോ, കുഴപ്പമെന്ന്. സ്വോത്രം ഇച്ചിരി കഴിഞ്ഞപ്പോൾ അച്ചായൻ ചെന്നപ്പോൾ ചെറുപ്പക്കാരൻ തലയിലടിച്ച് 40. അച്ചായൻ്റെ അടുത്ത് പറഞ്ഞ് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ DDRC ഉണ്ട്, 300 രൂപയുടെ മൂക്കി കുഴലടിച്ച് ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. സ്വോത്രം അതിൻ്റെ പേര് ആന്റിജൻ. സ്വോത്രം കണ്ടില്ലേ? അങ്ങനെയെങ്കിൽ എവിടെ? തലമേൽ, കൈമേലും നെറ്റിമേലും ഒന്നാമത്തെ സയൻസ്. ക്ലിയർ ആയോ? അപ്പൊ മനുഷ്യന്റെ ചൂടവിടെ കൈമേൽ, 2 നെറ്റിമേൽ. ഇവിടെ ഒരു മീറ്റർ വെച്ച് അടിച്ചിട്ടല്ലയോ ചിന്നമ്മ സിസ്റ്റർ വയസ്സ് 38, ചൂട് ഇത്ര എന്നിട്ടല്ലേ കയറ്റി വിട്ടത്. സ്വോത്രം ഇതിന്റെ അന്ത്യം കയ്യിൽ വരാൻ പോന്ന മുദ്ര. സ്വോത്രം ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് അതിന്റെ പ്രകാരം. എന്താ മുദ്ര? ബാഗടക്കുന്നു. ദാണ്ട് എന്റെ പേന എനിക്ക് വിലയറിയത്തില്ല. ഈ കേശവദാസപുരത്ത് റിലയൻസ് ബിഗ് ബസാറിൽ പോയി പെങ്കച്ചിനോട് ഞാൻ കാണിച്ചപ്പോൾ അവൾ കമ്പ്യൂട്ടറിൽ ചോദിച്ചാൽ പറഞ്ഞു 10 രൂപ 50 പൈസ പേന എനിക്ക് കിട്ടി. അവൾക്കും വില അറിയത്തില്ല, എനിക്കും വില അറിയത്തില്ല. ഇതിനകത്തൊരു QR കോഡ് വെച്ചപ്പോൾ കമ്പനിയുടെ വില സിസ്റ്റത്തിൽ വന്നെങ്കിൽ മനുഷ്യന്റെ കയ്യിൽ ഒരു മുദ്ര വെച്ചാൽ നാം വാക്സിൻ എന്നെടുത്തു, ഇപ്പോൾ എങ്ങനെ വാക്സിൻ പ്രവർത്തിക്കുന്നു, നമ്മുടെ ശരീരത്ത് ചൂടുണ്ടോ, വരാൻ പോകുന്നു മുദ്ര. സ്തോത്രം. ഇതൊന്ന് കയ്യിലെ ചൂട്, നെറ്റിയിലെ ചൂട്. 2 വചനം നിങ്ങൾ ക്ലിയർ ആയിരിക്കണം. യഹൂദനോടുള്ള ബന്ധത്തിൽ യഹൂദന്റെ എവിടാ വചനം പറയാം. പുറപ്പാട് പുസ്തകം 13:9. എല്ലാവരും സഹോദരിമാർ വചനം നോട്ട് ചെയ്തിട്ട് നാളെ നാട്ടുകാരോട് പറയണം ഈ ചിപ്പ് മുദ്രയൊക്കെ വരുന്നതിന്റെ കാര്യം. അപ്പൊ പുറപ്പാട് പുസ്തകം 13:9 യഹൂദന്റെ വചനം എവിടെ? വായിച്ചാട്ടെ മോനെ. യഹോവയുടെ ന്യായപ്രമാണം. യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന്. നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന്. ഇത് നിനക്ക് നിന്റെ കൈയിന്മേൽ അടയാളമായും. ആ കയ്യിൽ തോർത്ത് കെട്ടിയേക്കുന്ന പോലെ യഹൂദൻ വചനം കെട്ടിവെച്ചിട്ടുണ്ട്. പൊരുളിയാൻ പറയുമ്പോ നിങ്ങൾക്കറിയാം. അടുത്ത വാക്യം. നിന്റെ കണ്ണുകളുടെ നടുവിൽ. കണ്ണുകളുടെ നടുവിയ തലയുടെ നെറ്റിയില് ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. യഹൂദൻ വചനം കെട്ടിവെച്ചിരിക്കുന്ന മൊബൈലിലല്ല. യഹൂദൻ വചനം കെട്ടിവെച്ചിരിക്കുന്നത് കൈയുടെ പത്തിക്കകത്തൊന്ന്, 2 തലയുടെ നെറ്റിക്കകത്ത് ഇത് കെട്ടിവെച്ചിരിക്കും. അതെന്താ ചെയ്യുന്ന? പിശാച് വരുമ്പോൾ ഇത് 2ഉം അവൻ അഴിച്ചു മാറ്റും വചനം. സ്തോത്രം. തീർന്നില്ല. ഇതെങ്ങനെ നിങ്ങൾക്ക് പൊരുൾ പറഞ്ഞുതരാം. 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശു തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. അവൾ യേശുവിന്റെ കാലേ തൊട്ടോ, കയ്യെ തൊട്ടോ, എവിടാ തൊട്ട്? യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ യഹൂദന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിനകത്ത് വചനം എഴുതി വെച്ചിട്ടുണ്ട്. ആ വചനം തൊട്ടപ്പോൾ അവളിലേക്ക് ഒരു അത്ഭുത ശക്തി പുറപ്പെട്ടു. അതുകൊണ്ട് ആ സങ്കീർത്തനം വായിക്കുന്നത്, അവൻ തന്റെ വചനമായിട്ട് അവരെ സൗഖ്യമാക്കി. സന്തോഷമില്ലല്ലോ ചെന്നിലോട്ടുകാർക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന അത്ഭുത രോഗശാന്തി വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ നടക്കുമെന്ന്. സ്വോത്രം. മിണ്ടുന്നില്ല. ആ സെക്കൻഡ് എന്താ പറഞ്ഞ? രോഗമല്ല, അവളുടെ ബാധ ഒഴിഞ്ഞു പോയെന്ന്. സ്വോത്രം. അപ്പം ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് വല്ലതുമുണ്ടോ? വചനത്തിന് അസാധ്യമായിട്ടുള്ളതുണ്ടോ? അങ്ങനെയെങ്കിൽ യഹൂദന്റെ കൈമേലും നെറ്റിമേലും ഇരിക്കുന്ന ഈ പത്തി വലിച്ചു മാറ്റും. മോശയുടെ തലമുറക്കാർ 3 പേരുണ്ട്. അവരുടെ പേര് ഹസദിക്ക്, ഹർദീക്ക്, നെട്ടൂരിക്കർത്ത. അവന്മാർ ഇതുവരെ വാക്സിനും എടുത്തിട്ടില്ല. അവരാണ് ഈ കറുത്ത ഡ്രസ് ഇട്ടിട്ട്, കറുത്തൊടുപ്പും കറുത്ത പാൻ്റെ, തലയിൽ ഒരു ചപ്പാത്തിയോല പോലെ ഒരു തൊപ്പിയും വെച്ച് വിലാപം അതിലിടിക്കുന്നവർ. കണ്ടോ? അവർ ആ മതിലെ ഇടിച്ചോണ്ടിരിക്കുക.
അവർ ആരെ പുറത്താക്കി? ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി ആരാണ്? ബെഞ്ചമിൻ നെതന്യാഹു, മോഡി സാറിന്റെ കൂട്ടുകാര്. അദ്ദേഹത്തിന് എത്ര MP ഉണ്ടായിരുന്നു? 28. പക്ഷെ അദ്ദേഹത്തെ പുറത്താക്കാൻ കാര്യം എന്താണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിനകത്ത് ചിപ്പ് കൊണ്ടുവരാൻ പോകുന്നു. പ്രായമുള്ളവരുടെ ചിപ്പിന്റെ പേര് ഹൈഷാബ്, കുഞ്ഞുങ്ങൾക്ക് കൊച്ചു ചിപ്പ് ഷാൻ, അതുകൊണ്ട് ഷോബും ഹൈഷാൻ, ഈ 2 ചിപ്പ് കൊണ്ടുവരാൻ പാർലമെന്റ് പ്രമേയം കൊണ്ടുവന്നപ്പോ മോശയുടെ കൊച്ചുമക്കള് നെതന്യാഹുവിനെ വലിച്ച് താഴെയിട്ടു. സ്വോത്രം. ഇന്ന് 7 MP നഫ്താലി ബെനറ്റ ഇസ്രായേൽ ഭരിക്കുന്ന 49 യഹോവയുടെ വചനത്തോട് മറുതലിക്കുന്നവരെ നിങ്ങളെ വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല, സ്വർഗം കീറിക്കളയും. 28 MP ബെഞ്ചമിൻ നെതന്യാഹു വീട്ടിൽ നിന്ന് കട്ടൻ ചായ കുടിക്കുന്ന നഫ്താലി ബെനറ്റ് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി കേൾക്കണം ദൈവത്തിന്റെ വചനത്തോട്. ഇതെന്തോ ചെയ്യുമെന്നറിയാമോ? യഹൂദന്റെ ഈ കയ്യിലിരിക്കുന്ന ഈ കെട്ടിയ തുണി എന്തോയും പിശാച് വലിച്ചഴിക്കും. അതിനുശേഷം ചിപ്പ് വെക്കാൻ തുടങ്ങും, തലയിലും ചിപ്പ് വെക്കാൻ തുടങ്ങും. യഹൂദൻ സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. അന്ന് കൂട്ടത്തോടെ യഹൂദനെ കൊല്ലും. അതുകൊണ്ടാ യേശു പറഞ്ഞു, യോഹന്നാൻ 9 വായിക്കണ്ട, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. പോരെ വചനത്തിന്റെ പൊരുൾ. അതാ യേശു പറഞ്ഞത്, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി. അന്ന് വീണ്ടും യഹൂദന്റെ തലവെട്ടും. അതാ പറയുന്ന യാഗപീഠത്തിന് കീഴെ അറുക്കപ്പെട്ട രക്തസാക്ഷികൾ. ബൈബിൾ അങ്ങോട്ട് പഠിക്കണം. കാനാവിലെ കല്യാണം അവറാച്ചൻ മലയിൽ പോയതൊന്നുമില്ല. അന്നാളിൽ ചെറിയവർ, വലിയവർ, ദരിദ്രർ, സമ്പന്നർ, ദാസൻ, ഏവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ സംഖ്യ. അതിന്റെ പേരാ പഞ്ചാബിൽ നിന്ന് വരുന്ന ഒരു ചിപ്പ്, അഥവാ ഒരു ബിരിയാണി അരിയുടെ വലുപ്പത്തിൽ ഒരു ചിപ്പ് മനുഷ്യന്റെ കൊണ്ടുവരും. അതിന് തുടക്കം ഇവിടെ വന്നു. മൃഗത്തിന്റെ മുദ്രയല്ല, ഒരടയാളം. അതിന്റെ പേര് വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ്. കിട്ടിയവരെന്ന് കൈ ഉയർത്താം. വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ്. സ്വോത്രം. ഇതില്ലാതെ തമിഴ്നാട്ടിൽ പോകാൻ പറ്റൂ? ഇതില്ലാതെ കാശ്മീരിൽ പോകാൻ പറ്റൂ? തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ നിന്ന് പ്ലെയിൻ കയറാൻ പറ്റൂ? ഈ വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് 2 ഡോസ് കോവിഡ് വാക്സിൻ എടുത്തവർക്ക് ഈ വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് വേണേ RTPC എടുക്കാം. പക്ഷെ ഈ RTPC ഈ കോവിഡ് വാക്സിന്റെ കള്ള സർട്ടിഫിക്കറ്റും മലയാളി ഉണ്ടാക്കും, തമിഴിനും ഉണ്ടാക്കി. സ്വോത്രം. 4500 രൂപ ബാംഗ്ലൂരിൽ ഒരു ഡോക്ടർക്ക് കൊടുത്തപ്പോൾ ഒമിക്രോൺ ഉള്ളവരെ ദുബായിലേക്ക് കയറ്റിവിട്ട് ലാബ് കൊടുത്തവൻ നോർമലാ, കള്ള വാക്സിനേഷനും കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇന്ന് കോവിഡ് എത്രാം തരംഗമായി? അന്നമ്മ ചിന്നമ്മ മറിയാമ്മ രാജമ്മ മാറി. 1 നോവൽ കൊറോണ, 2 COVID-19, 3 ഉപ്പും പുളിയും പോകുന്ന കെന്റ്, 4 ചുമ വരുന്ന B117, 5 ഇപ്പൊ ഒരാളിൽ നിന്ന് 14 പടരുന്ന ഡെൽറ്റ, ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന 6ാമത്തത് ഒമിക്രോൺ. ഈ ഒമിക്രോൺ 32 പേരിലൊക്കെ പടരുന്നത് പേടി. അതുകൊണ്ടാ യുണൈറ്റഡ് നേഷൻ പറഞ്ഞ കോവിഡ് ഒരു സുനാമിയായി മാറും. മരണമല്ല പറയുന്ന സുനാമി, സകല എണ്ണത്തിനെ അടയ്ക്കും. അങ്ങനെയെങ്കിൽ ഇത് കഴിഞ്ഞാൽ വേറെ രോഗം വരുന്നു. ഏതാ രോഗം? ഷിഗല്ല വരുന്നു, സ്കിൻ ഫീവർ വരുന്നു, ക്രോമിയം ബെർലിയം വൈറേഷൻ വരുന്നു. ഇതെല്ലാം മാരക രോഗങ്ങൾ വരുന്നെങ്കിൽ എല്ലാ മനുഷ്യനും ഒരു വാക്സിൻ കൊടുത്തേ മതിയാകൂ. ഇന്ന് 9 വാക്സിൻ വിപണിയിൽ. കോവാക്സിൻ, കോവിഷീൽഡ്, സ്പുട്നിക്, അത് കഴിഞ്ഞിട്ട് ഓക്സ്ഫോർഡ്, എക്സോസിഡി 24, സിനാഫി, അമേരിക്കയുടെ ഫൈസർ, മെഡോണ, ജോൺസൺ ആൻഡ് ജോൺസൺ. അവനെ പറ്റി ആരും കേൾക്കുന്നില്ല. ഇപ്പം എവിടെ പോയി? ഇപ്പൊ ബിൽ ഗേറ്റ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? എല്ലാ രോഗങ്ങൾക്കും വേണ്ടി ഞങ്ങൾ ഒരു വാക്സിൻ കൊടുക്കാം. പക്ഷെ ഒറ്റ പരിപാടിയുള്ള വാക്സിൻ കൊടുത്താൽ എന്താ വേണ്ടിയത്? വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് അല്ല, വാക്സിൻ എടുക്കുന്നവർക്ക് കൈമേൽ മുദ്ര. വരുവോ? ഇപ്പൊ ഇവിടെ അക്ഷയയിലെ സേവനത്തിലും മോഡി സാർ ഒരു കാർഡ് കൊണ്ടുവന്നിരിക്കുന്നു. ആയുഷ്മാൻ. കേട്ടവർ വല്ലവരും ഉണ്ടോ? കൈ ഉയർത്തിയാട്ട്. ആയുഷ്മാൻ. പലരും പറഞ്ഞ് അത് ഫ്രീയാ, എവിടെയും 5 ലക്ഷം ട്രീറ്റ് ചെയ്യുന്ന 5 രൂപ കിട്ടത്തില്ല. സ്വോത്രം. എടുത്തിട്ട് ഒരു കാര്യമില്ല. സ്വോത്രം. എന്താ കാര്യം എന്നറിയാമോ? നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയാലും, കിംസിൽ പോയാലും, PRSൽ പോയാലും, ലോഡ്സിൽ പോയാലും ഒരു കമ്പ്യൂട്ടറിനകത്ത് സകല വിവരവും വരും. ആ കാർഡ് ആയുഷ്മാൻ ഇന്ത്യ മുഴുവൻ. പക്ഷേ അത് മാറാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ കൈമേലും നെറ്റിമേലും ഒരു മുദ്ര വരാൻ കാലമായി. അന്നാളിൽ ചെറിയവർ, വലിയവർ, സമ്പന്നർ, ദരിദ്രർ, ദാസർ, ഏവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ ഒരു മുദ്ര. ഇന്ന് രാത്രി
ചെന്നിലോടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുണ്ട്. ഇന്ന് നമുക്ക് യാത്ര ചെയ്യുവാൻ വാക്സിനേറ്റഡ് മോഡി സാറിന്റെ ഫോട്ടോയോടെ കൂടെ കിട്ടിയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മാളിനകത്ത് കയറണേ മുദ്ര, ബാങ്കിൽ കയറണേ മുദ്ര, വീട്ടിനകത്ത് നിന്ന് പുറത്തിറങ്ങണേ കൈക്കകത്ത് മുദ്ര, കോവിഡ് ചെക്ക് ചെയ്യാൻ കൈക്കകത്ത് മുദ്ര വരുന്ന ഒരു കാലം ഇവിടെ വരുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, സമയം അടുത്തിരിക്കുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയണം, ഒരു മുദ്ര എവിടെ വരും? കൈമേലും നെറ്റിമേലും വരും. ആരീ മുദ്ര വെച്ചു? ദാ കിടക്കുന്നു. ഓസ്ട്രേലിയയിൽ മനുഷ്യന്റെ കയ്യിൽ മുദ്ര വെച്ചു. അന്ത്യകാലം തീർന്നില്ല. അമേരിക്കയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ കയറിയ ബ്ലാക്ക് മാൻ ബരാക് ഒബാമ കൈമേൽ മുദ്ര വെച്ചു. അന്ത്യകാലം ദാ കിടക്കുന്നു. കൈമേൽ ബരാക് ഒബാമ മുദ്ര വെച്ചു. അന്ത്യകാലം സ്റ്റാർട്ടിങ് തുടങ്ങി. ഇങ്ങനെ ഒരു മുദ്ര അന്ത്യകാലം വരുമെങ്കിൽ അന്ത്യകാലത്ത് സകല മനുഷ്യന്റെ കൈമുദ്രയിട്ട് തുടങ്ങും. എവിടെ? ബൈബിളിനകത്ത് സകല മനുഷ്യന്റെ കൈമുദ്രയിട്ട് തുടങ്ങുന്നത് എവിടെങ്കിലും ഉണ്ടോ? വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 7-ാമത്തെ തിരുവെടുത്ത് മനുഷ്യന്റെ കൈമേൽ മുദ്രയിടുമോ? ഇയ്യോബ് 37:7 വായിച്ചാൽ, താൻ സൃഷ്ടിച്ച മനുഷ്യരെയൊക്കെയും അറിവാൻ തക്കവണ്ണം, താൻ സൃഷ്ടിച്ച മനുഷ്യരെയൊക്കെ അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. നമ്മുടെ കൈ മുദ്രയിട്ടില്ലേ സഹോദരങ്ങള്? ഓൺലൈനിൽ കാണുന്ന ചെന്നിലോട്ടിരിക്കുന്ന മക്കള് എന്തിനു വേണ്ടി കൈമുദ്രയിട്ടു? ടെലിഫോണിന് വേണ്ടി കൈമുദ്രയിട്ടു, മൊബൈൽ ഫോൺ, റേഷൻ കാർഡിന് വേണ്ടി കൈമുദ്രയിട്ടു, ബാങ്ക് അക്കൗണ്ടിന് വേണ്ടി കൈമുദ്രയിട്ടു, കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാൻ കൈമുദ്രയിട്ടു, കൃഷിയുടെ സബ്സിഡിക്ക് കൈമുദ്രയിട്ടു, ഗ്യാസിന്റെ സബ്സിഡി കിട്ടുവാൻ മുഴുവൻ ആധാർ കൈമുദ്രയിട്ടു. ഇതെല്ലാം അന്ത്യകാലം. ഇയ്യോബ് 37:7 താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ സകല മനുഷ്യന്റെ കൈമുദ്രയിടുന്നു. ഹാത്തരക്കോ ദണ്ഡമാക്കൻ ജിയോ ലേക്കേജാവോ, ഹാത്തരക്കോ ഈപ്പോസ് 4 കിലോ വെള്ള, 2 കിലോ കുത്ത്, 1 ലിറ്റർ മണ്ണെണ്ണ, 4 ആട്ടപ്പൊടി. തീർന്നില്ല. ഹാത്തരക്കോ ദണ്ഡമാക്കൻ ബാങ്ക് അക്കൗണ്ട്, ഹാത്തരക്കോ ATM കോളോ. ഇത്രയെങ്കിലും വന്നെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിൾ യഹോവയുടെ പുസ്തകത്തിൽ തെരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? സ്വർഗമല്ലോ ഇത് എഴുതിയിരിക്കുന്നത്. ഇത് സാധാരണ പുസ്തകമല്ല. 40-ൽ പരം എഴുത്തുകാർ, 1600 വർഷങ്ങളുടെ നിറവ്, കാട്ടിനകത്ത് യുദ്ധവേളയിലും മുക്കുവക്കുടലിൽ ജനിച്ചവരല്ല, തങ്ങളിൽ കാണാത്തവർ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എഴുതിയ സ്വർഗീയ തിരുവെഴുത്ത ഇന്ന് രാത്രി ഞങ്ങൾ ചെന്നിലോട്ട് ഉയർത്തിപ്പിടിക്കുന്നത്. ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ, ഇത് ഉയർത്തുന്നവന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനം. സ്തോത്രം. ഇയ്യോബ് ആരായിരുന്നു? ഇന്നേക്ക് 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് മസ്കറ്റിലെ സലാലയിൽ സുന്ദരനായ ഒരു മനുഷ്യൻ ഇയ്യോബ്. ആടുമാടുകൾ 10 മക്കൾ പോയി. ഭാര്യ കുറ്റം പറഞ്ഞു. എലിഫസും ബിന്ദാദും പറഞ്ഞു, അച്ചായ പ്രസംഗം നിർത്താൻ. അവസാനം ഒരു മാരക രോഗം ഇയ്യോബിന്. ഓട്ടുകശമെടുത്ത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇയ്യോബ് പറഞ്ഞൊരു പ്രത്യാശയുണ്ട്, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്ക്. ഇന്ന് രാത്രി ചെന്നിലോട് ഞങ്ങൾക്ക് പറയാണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടമുണ്ടെങ്കിൽ, പ്രയാസമുണ്ടെങ്കിൽ, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കള് നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർത്താൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഓത്രം. ആരാ സ്വർഗത്തിലെ ദൈവം? ഭക്തനായ ഇയ്യോബിനോട് പറഞ്ഞ അന്ത്യകാലത്ത് സകല മനുഷ്യന്റെ കൈമുദ്രയിടുമെന്ന്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്താ സ്വർഗത്തിലെ ദൈവമാര്? 10,000-കണക്കിന് മീൻ കെട്ടിമറിയുന്ന ഗലീല കടലിനകത്ത് തന്റെ ഭക്തന് വേണ്ടി റോമാ ഗവൺമെന്റിന് കരത്തെ അടയ്ക്കാൻ ചതുദ്രമ പണത്ത് മീന്റെ വയറ്റിനകത്ത് കരുതിയവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി പറയണ സാധാരണ ദൈവത്തെ അല്ല ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്ന നിന്നെ കണ്ട നിനപ്പിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കിയ ദൈവം. ഓ ഹല്ലേലൂയ. നീ ആകാശത്തേക്ക് കടന്നു കയറിയാൽ അവന്റെ കരം അവിടെ എത്ത്. ഭൂമിക്ക് കീഴെ പാതാളത്തിൽ കിടക്ക വിരിച്ച അവന്റെ കരം അവിടെ എത്ത്. ദൂരത്ത് നിന്ന് നിരൂപണങ്ങൾ ഗ്രഹിച്ചാക്കിയ ദൈവമെങ്കിൽ ഇന്ന് രാത്രി അകത്തളം ജ്വലിക്കുന്ന ദൈവമക്കൾ 2022 എത്ര ഒമിക്രോൺ ആഞ്ഞടിച്ചാൽ അവൻ അറിയാതെ എന്റെ തലയിൽ ഒരു തലമുടി നാര് പോലും വീഴുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. മക്കളെ, ഇന്നത്തെ വാക്സിനേറ്റഡ് കാർഡ് കയ്യിൽ വരുന്ന ഒരു ചിപ്പിന് നിതാന്തം ഇന്ന് രാത്രി പറയണം. എവിടൊക്കെ ചിപ്പ് വന്നു? ആനയുടെ വാലിൽ
ചിപ്പ് വന്നു. കേട്ടവർന്ന് കരമുയർത്താം. ആനയുടെ വാലി ചിപ്പ്. എന്തിനാ ഈ ആനയുടെ വാലി ചിപ്പ് വെച്ചത്? ചെന്തിലോട് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വരുമ്പോൾ മൃഗഡോക്ടർക്ക് ചന്തം കാണാനാന്നു? അല്ല, ആ ചിപ്പിനകത്ത് ഒരു കാര്യമുണ്ട്, രണ്ട് കാര്യം. ഒന്ന്, ആനയുടെ ബ്ലഡ് കൗണ്ട് കമ്പ്യൂട്ടർ വഴി അറിയാം. തീർന്നില്ല, അപ്പോൾ തന്നെ നെർവസ് സിസ്റ്റം അറിയാം. പാപ്പാനിങ്ങനെ കമ്പ്യൂട്ടർ ഞെക്കുമ്പോൾ മനസ്സിലാകും അവന് മതപ്പാടുണ്ട്. പാപ്പാനോട് പറയും കരിമ്പും വെട്ടി ഓലയും വെട്ടി ശർക്കര കഷായം കൊടുത്ത് 4 തുടലും ഇട്ടേക്കാൻ പറയും. സ്വോത്രം. നെടുമങ്ങാട്ട് അവനെ ഇറക്കിയ പാപ്പാനെ റെഡിയാക്കും. സ്വോത്രം. ഇങ്ങനെ നോക്കും, ലൈറ്റ് അടിച്ച് നോക്കുമ്പോൾ ആനയുടെ 6000 കിലോ ആനയുടെ ബ്ലഡ് കൗണ്ട് നെർവസ് സിസ്റ്റം ക്ലിയർ ആണെന്നേ പറയും. തിടം പെഴുന്നെള്ളിപ്പിച്ചോ, ധൈര്യമായിട്ട് കൊണ്ടുപോക്കോളാം. സ്വോത്രം. ആനയുടെ വാലെ ചിപ്പ്. കാറുള്ളവർ കൈ ഉയർത്താം. ചെന്നിലോട്ട് കാറുള്ളവർ. സ്വോത്രം. എനിക്ക് കാർ വേണ്ട. കാറുള്ളവരെന്ന് കൈ ഉയർത്തിയാട്ട്. പ്രത്യേക പ്രാർത്ഥന ഇന്നുണ്ട്. കാറുള്ളവർ സ്വോത്രം. ഭാഷമാരും കൈ ഉയർത്തുന്നില്ല, അവിടെ ഒരു മോൻ മാത്രം കൈ ഉയർത്തി. സ്വോത്രം. കാറിന്റെ മേളിൽ ഇന്നൊരു ചിപ്പ് വന്നു. ഫാസ്റ്റാഗ്. കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ടെ. കാറിന്റെ മേളിൽ ഫാസ്റ്റാഗ്. കൈ ഉയരുന്നില്ല മോനെ, കൈ ഉയർത്ത്. പടഞ്ഞടിക്കൽ, വിഷമിക്കണ്ട. എന്താ ഫാസ്റ്റാഗ്? എവിടെ വന്നെന്നറിയാമോ? കോവള ഊരമ്പ് റോഡ്. വല്ലവർക്കും അറിയാമോ? പൂവാർ റോഡ്. സ്വോത്രം. പണ്ട് അവിടെ നിർത്തി ടോള് കൊടുക്കണം. ഇന്ന് കാർ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ക്യാമറ കീക്കി കൂക്കു, നമ്മൾ പൊക്കോളായി. സ്വോത്രം. കണ്ടില്ലേ? അതിനകത്ത് എന്താ ചിപ്പാന്നോ? 5-8 വരെ ഒരു കുത്തും. നമ്മൾ പോകുമ്പോൾ നമ്മുടെ കാറിന്റെ പൈസ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കട്ടാവും. ഉടനെ മെസ്സേജ് വരും, കോവളം ടോൾ 40 രൂപ കട്ടായി. സ്വോത്രം. ആരും കൈ കാണിക്കത്തില്ല. അന്ത്യകാലം. കണ്ടില്ലേ? ഇതാ ടെക്നോളജിയുടെ പെരുമഴ. ഒന്ന്, ഇന്നത്തെ ആനയുടെ വാലെ ചിപ്പ്. 2, മനുഷ്യന്റെ കരങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് കാറിനകത്ത് ചിപ്പ്. ഇന്ന് ലോകരാജ്യങ്ങൾ ഞാൻ കാണുന്നവർ പറയാം, ഇതാരാ കൊടുത്തതെന്നറിയാമോ? ഈ ഫാസ്റ്റാഗ് ഇസ്രയേൽ ഇന്ത്യക്ക് കൊടുത്തതാ. മോഡി സാറിനും അമിത്ഷായ്ക്കും ഫാസ്റ്റാഗ്. ദുബായിൽ വീണ്ടും വരുന്ന സാലിക്ക്, അമേരിക്കയിലും ഫാസ്റ്റാഗ്. എന്താ ഇത് പ്രശ്നം? നിങ്ങളോടൊരു നല്ല കാര്യം ഞാൻ പറയാ. ഈ കോവളത്തൂടെ കാറിനകത്ത് മയക്കുമരുന്നോ കള്ളനോട്ടോ കൊണ്ടുപോയാൽ നിങ്ങൾ അറിയത്തില്ല. ഈ കോവളത്ത് ഈ സിഗ്നൽ എടുക്കുമ്പോൾ 14 കമ്പ്യൂട്ടർ നിങ്ങളുടെ കാർ മൊത്തം വരും. MRI മെഡിക്കൽ കോളേജ് എടുക്കുന്നത്. അപ്പൊ സീറ്റിനടി കള്ളനോട്ടും മയക്കുമരുന്നും കാണാം. പൂവാറെത്തുന്നതിന് മുമ്പ് ആള് പുറകെ വന്ന് പൊക്കും. സ്വോത്രം. ഇതിന്റെ ടെക്നോളജി മനസ്സിലാക്കിക്കോ. ആൾക്കാർ വിചാരിക്കുന്ന ടോള് മാത്രം കട്ടിയെന്നല്ല, കാർ മൊത്തം സ്കാൻ ചെയ്യുന്നു. അന്ത്യകാലം. ഓൾ സ്കാൻ. അങ്ങനെയെങ്കിൽ ഇന്ന് സംഭവിക്കാൻ പോകുന്നു, അന്ത്യകാലത്ത് മനുഷ്യന്റെ കയ്യിലേക്ക് ഒരു ചിപ്പ് കൊണ്ടുവരാൻ പോകുന്നു. അന്നാളിൽ ചെറിയവൻ, വലിയവൻ, ദരിദ്രൻ, ദാസൻ, ഏവർക്കും വലം കൈമേലോ നെറ്റിമേലോ എല്ലാം ഒരുവന്റെ കയ്യിലേക്ക്. ദാണ്ടേ എൻ്റെ കയ്യിൽ സുന്ദരമായ ഒരു കാർഡുണ്ട്. ഈ കാർഡ് ATM കാർഡാ. ഇതുകൊണ്ട് എനിക്ക് പെട്രോൾ അടിക്കാം, ആഹാരം കഴിക്കാം, കരിക്ക് വെട്ടി തിന്നാം, എവിടെങ്കിലും കാണിക്കാം, എന്ത് വേണേലും ചെയ്യാം. അങ്ങനെയെങ്കിൽ ഈ കാർഡ് എങ്ങോട്ട് മാറും? എൻ്റെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് കയ്യിലേക്ക് വന്നാൽ പഞ്ചാബിൽ നിന്ന് വരുന്ന ഒരു അരിമണി വലിപ്പത്തിൽ ഒരു ചിപ്പ് കൊടുക്കാം. തീർന്നില്ല. അല്ലെങ്കിൽ 2016 ഇപ്പോൾ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. മൈക്രോ നീഡിൽ പാച്ച് ബാൻഡേഡ്. അതിനകത്ത് ഇതിന്റെ വലിപ്പമുള്ള ഒരു നെന്മണി വച്ചാൽ കാര്യം റെഡി. എന്നും ഇന്നെ ചെന്നിലോട്ട് മെഡിക്കൽ കോളേജുകാരെന്ന് ക്യാമ്പ് നടത്തുമോ കോവിഡിന്റെ? എന്നും ആൾക്കാർ ചൂടടിക്കുമോ? അതൊന്നും നടക്കത്തില്ല. എന്നും വാക്സിൻ കൊടുക്കുമോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോയിട്ടുണ്ടോ? അവിടെ ചെല്ലുമ്പോൾ എന്താ സംഭവം? നമ്മൾ ഇങ്ങനെ ഡോറിന്റെ അവിടെ ചെല്ലുമ്പോൾ ഡോർ തുറന്നു വരുന്ന കണ്ടിട്ടുണ്ടോ? ഒന്ന് കരം ഉയർത്തിയായിട്ട് അങ്ങനെ കണ്ടവർ സയൻസ് കരം ഉയർത്തുമോനെ. നിങ്ങൾ കാണത്തില്ല. അതിന്റെ മേളിൽ ഒരു ക്യാമറ ഉണ്ട്. ഇതുപോലെ കമ്പ്യൂട്ടറിനോട് പറയാം ആള് വന്ന് തുറക്കാൻ. അങ്ങനെയെങ്കിൽ ഇനി എന്നും പ്ലെയിനകത്ത് ചെക്കിംഗ് ഇല്ല. തിരുവനന്തപുരത്ത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ മെറ്റൽ ഡിറ്റക്ടർ കണ്ടവർ ഒന്ന് കൈ ഉയർത്തിയാട്ടെ. മെറ്റൽ ഡിറ്റക്ടർ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 3 എണ്ണം ഇരിപ്പുണ്ട്. നമ്മൾ ചാവിയിട്ട് പോകുമ്പോൾ കീക്കി അടിക്കുകയല്ലേ സ്വോത്രം. അവിടുത്തെ മാറ്റും. ഇവിടെ എന്തോ വൈകും. കയ്യിലെ ചിപ്പുമായിട്ട് ഒരു ലാപ്ടോപ്പ്. ആ ലാപ്ടോപ്പ് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈ കാണിക്കും. ചെന്നിലോട്ട് ചിന്നമ്മാമെന്ന് എഴുതി വരും. ആധാറുമായിട്ട് ലിങ്ക്. വാക്സിൻ 2 എടുത്തു. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഉടനെ പറയാം അകത്തോട്ട് പൊക്കോളാം. സ്വോത്രം. ഇത് വരാൻ പോകുന്നു. RTPC പോരാ, വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ചെന്നൈ പോകാൻ പറ്റൂ, ട്രെയിനകത്ത് കയറാൻ പറ്റൂ, ചാക്ക എയർപോർട്ടിൽ നിന്ന് കയറാൻ പറ്റൂ. അങ്ങനെയെങ്കിൽ അന്ത്യകാലത്ത് ഇപ്പൊ സയൻസ് പറയുന്നു കയ്യിലേക്കൊരു മുദ്ര കൊടുക്കാം. ഇത് ഈ ബാങ്ക് അക്കൗണ്ട് ക്ലിയർ ചെയ്യുക, സകല ആക്ടിവിറ്റി ഒരു ചിപ്പിനകത്ത് കൊണ്ടുവരാം. പണ്ട് പ്രസംഗിച്ചാൽ നമ്മുടെ സാൻഡി വിടിരിപ്പുണ്ട്. ഉടനെ അമ്മമാര് പോസ്റ്റ് ഇടും, ചാത്തന്നൂർ ചെകുത്താൻ സംസാരിക്കുന്നു. സ്വോത്രം.
ഈ പെന്തിക്കോസുകാര് CSIക്കാർ ചെയ്യത്തില്ല, ഞാൻ അവരെ സ്നേഹിക്കുന്നു, സ്വോത്രം. അവർ സംശയമുണ്ട് വിളിച്ചു ചോദിക്കും, പാസ്റ്റർ അതാണ്ട് നമ്മുടെ സൗണ്ട് ഉപയോഗിക്കുന്ന മോൻ അവിടെ ഇരിക്കുന്നു. പണ്ട് ചെന്നിലോട്ടൊരു കൺവെൻഷന് ഈ മോൻ സൗണ്ട് വെച്ചിട്ട് 12 CD പാട്ട്, അവൻ പേട്ടയിൽ എവിടെ പോകും ഡീസൽ മേടിക്കാൻ പോകും. ഇവിടെ പാട്ട് തീരും, നാട്ടുകാർ ചോദിക്കും പാട്ടുമില്ല കൂത്തുമില്ലെന്ന്. സ്വോത്രം. CD കട്ടായില്ലയോ? ഇന്നങ്ങനാന്നോ? ഇന്ന് ചിന്നമ്മാമയുടെ ബ്ലൗസെ കുത്തുന്ന ഒരു പെണ്ണുണ്ട്, അതിന്റെ പേരാ പെൻഡ്രൈവ്. സ്വോത്രം. കണ്ടല്ലോ, അത് ദാണ്ട സിസ്റ്റത്തിൽ ആ മോണിറ്ററിൽ കുത്തിയിട്ട് പുള്ളിക്കാരെ ഇവിടുന്ന് കാട്ടാക്കട, നെയ്യാറ്റിങ്കര, എറണാകുളം, ചെന്നൈ കറങ്ങി വന്നാലും 400 പാട്ട് തീരിയല്ല. സ്വോത്രം. എന്താ ഒരു ഫ്യൂസിന്റെ അത്രയുള്ള ഒരു ഫിലമെന്റ് ആ ചിന്നമ്മാമ ഇന്നത്തെ പെൻഡ്രൈവ്. ആ ഫിലമെന്റ് എടുത്ത് കൈക്കകത്ത് ചിപ്പിനകത്ത് വെച്ചാൽ ആട്, കോഴി, വാക്സിന്, ബാങ്ക് അക്കൗണ്ട് എല്ലാം ഒരുവന്റെ കയ്യിൽ. ഇംഗ്ലീഷ് വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. എന്തിനാ ഇത് പ്രസംഗിക്കുന്നത്? ഒരാളെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി എന്ന് ഞാൻ പ്രസംഗിക്കുന്നു. സ്വോത്രം. ഇതാ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന മൃഗത്തോടും മൃഗത്തിന്റെ പ്രതിഭയോടും പേരിന്റെ സംഖ്യയോടും. അങ്ങനെയെങ്കിൽ ഇനി ഒരു മൈക്രോ ചിപ്പ് കൊണ്ടുവരാൻ പോകുന്നു. അതിന്റെ പേര് മൈക്രോ നീഡിൽ പാച്ച്. കൃപ പ്രാപിച്ച ദൈവമക്കള്, ഇത് വെച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോ ചൂടറിയാം, കാര്യം അറിയാം. ഇന്നാള് ഞാൻ എവിടെ പ്രസംഗിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാതിരിക്കാം. ഞാൻ പറഞ്ഞ എടാ നോക്കുമ്പോൾ നിനക്ക് റിസൾട്ട് കിട്ടുമെന്ന്. അപ്പൊ അവന് സംശയം എങ്ങനെ കിട്ടുമെന്ന്. ഞാൻ പറയും നാളെ ഒരു കാര്യം ചെയ്, നീ ഷുഗർ എടുക്കാൻ ലാഭിപ്പാൻ പറഞ്ഞു. സ്വോത്രം. പണ്ട് ഷുഗർ എടുക്കാൻ ലാഭിപ്പോയാൻ പറഞ്ഞ ബിനു ബ്രദർ ജോമോള് നമ്മുടെ ഇന്ന് ചൂടെടുക്കും, ഈ ബ്ലഡ് എടുക്കും, ചേട്ടൻ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വാ, 1.5 മണിക്കൂർ തരാം റിസൾട്ട്. അങ്ങനെയല്ലേ അമ്മാമ്മ പറയുന്നത്? ഇപ്പൊ ഉള്ളൂരിൽ അങ്ങോട്ട് എന്ന് കൈ കാണിച്ച ദേ പോയി ദാ വന്നു. സ്വോത്രം. ഒറ്റ കൊത്ത് ഗ്ലൂക്കോമീറ്റർ 250, ചക്കരയും പഞ്ചാരയും ഒന്നും തിന്നരുത്, അമ്മാമ്മയ്ക്ക് ഷുഗർ ഉണ്ട്. ആര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു. സ്വോത്രം. കമ്പ്യൂട്ടർ പറഞ്ഞില്ലേ? ഗ്ലൂക്കോമീറ്റർ കൈ ഉയർത്തിയായിട്ട് സന്തോഷമില്ലല്ലോ സയൻസ്. സ്വോത്രം. നേഴ്സുമാരെല്ലാം ഉള്ളതില്ല, ഇങ്ങോട്ട് കാണിക്കുമ്പോഴേ കീക്കി അടിക്കല്. അതുപോലെ ഈ ചിപ്പ് കയ്യിൽ ഇംപ്ലാന്റ് ചെയ്താൽ, ഇതിന്റെ പേരാ പഠിക്കുന്ന ചെറുപ്പക്കാരെ മോനെ നോട്ട് ചെയ്യ, ഇതിന്റെ പേരാ ഫ്യൂച്ചർ ഫന്റാസിയ. ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം. മനുഷ്യന്റെ കയ്യിൽ ചിപ്പ് കൊടുത്തിട്ട് കാര്യം ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഹെൽത്ത്, ബാങ്ക് അക്കൗണ്ട്, റേഷൻ കാർഡ് എല്ലാം ഈ പെൻഡ്രൈവ് പാറ്റ് കുത്തുന്നവരായ എല്ലായിടത്തും ചെന്ന് ഈ പോസ്റ്റ് ചെന്നിട്ട് ഇത് കാണിച്ചാൽ മതി. ഉടനെ പറയും ചെന്നിലോട്ട് ചിന്നമാമ 4 കിലോ പച്ച, 3 കിലോ കുത്ത്, സോഫ്റ്റ്വെയർ അപ്പ പറയും. സ്വോത്രം. തീർന്നില്ല. എയർപോർട്ടിൽ ചെന്ന് കൈവെക്കുമ്പോൾ ഡോർ തുറന്നു വരും. ATM ചെന്ന് ഇങ്ങനെ അടിക്കുമ്പോൾ പറയും 27,000 രൂപ കിടപ്പുണ്ട്, അടിച്ചോളാൻ പറയും. പൈസ ദാ കിടക്കുന്ന, ഒരു കാർഡും വേണ്ട. അങ്ങനെയെങ്കിൽ മോഷണമില്ല, കള്ളമില്ല, കൊലപാതകമില്ല. രാജ്യങ്ങൾ പറയുന്നു ഇത് തന്നെ നല്ലത്. സ്വോത്രം. ആയില്ലയോ? കഴിക്കാൻ ഇത് മതി, കുടിക്കാൻ ഇത് മതി. കേശവദാസപുരത്തെ തേങ്ങ ഇന്നാള് മേടിച്ചപ്പം പറയും ഗൂഗിൾ പേ ഇങ്ങോട്ട് കയറാൻ. സ്വോത്രം. ഇപ്പൊ എടുക്കാന്ന് 30 വേണ്ടെന്ന്, ഇത് മതിയെന്ന്. സ്വോത്രം. കണ്ടില്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കോവിഡിന്റെ അന്ത്യത്തിൽ ജോൺസൺ ആൻഡ് ജോൺസൺ കൊണ്ടുവരാൻ പോകുന്നു. വാക്സിൻ തരും. മോഡി സാറിന്റെ കാർഡല്ല, കയ്യിൽ ഒരു ചിപ്പ് വരാൻ പോകുന്നു. തീരാൻ പോവാ ലോകം. സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ ഈ കോവിഡിന്റെ മറവിൽ സാത്താൻ ലോകരാജ്യങ്ങളെ പിടിച്ചുകൊണ്ട് റെഡിയാക്കുന്നു. അതിനാധാരമായി ഇന്ത്യയിൽ ആയുഷ്മാൻ വന്നെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു കോവിഡിൽ. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, 2 ചിപ്പ് ഒരു മനുഷ്യന്റെ ശരീരത്ത് വെക്കാൻ എന്റെ ദൈവം അനുവദിക്കുമോ? ഒരു ATM-നകത്ത് എത്ര ഉണ്ട്? 4 ചിപ്പുകൾ ചെയ്യാം. നാനോ, സിലിക്കോൺ, മൈക്രോ, DNA. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. ഏതാ ചിപ്പ്? വായിക്കാം ബിനു ബ്രദറെ, നാട്ടുകാർ കേൾക്കട്ടെ. ദൈവമക്കളുടെ അകത്തൊരു ചിപ്പുണ്ട്. വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 30-ാമത്തെ തിരുവചനം വായിച്ചാട്ടെ. എഫേസ്യർ 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ദൈവജനം കരമൊന്ന് ഉയർത്തിയാട്ടെ. ദൈവജനം കരമൊന്ന് ഉയർത്തിയാട്ടെ. ഈ കോവിഡിന്റെ മറവിൽ ജോൺസൺ ആൻഡ് ജോൺസൺ ബിൽഗേറ്റ്സുമായിട്ട് ചേർന്ന് മനുഷ്യന്റെ കൈകളിലേക്ക് ഒരു മുദ്ര പതിപ്പിക്കാൻ കാലമായി. ആ കാർഡ് നമ്മുടെ പോക്കറ്റിനകത്ത് വന്നെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, പുറകാലെ അടുത്ത വാക്സിൻ ഒമിക്രോണിനകത്ത് കൈക്കകത്ത് ഒരു മുദ്രയായി പതിപ്പിക്കുവാൻ ചാലൊരുങ്ങുന്നു. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, എന്റെ ശരീരത്തിനകത്ത് ഒരു ചിപ്പ് വരാൻ ദൈവം അനുവദിക്കത്തില്ല. എന്റെ ശരീരത്തിനകത്ത് ഒരു ചിപ്പുണ്ട്. നാനോ അല്ല, സിലിക്കോൺ അല്ല, മൈക്രോ
മൈക്രോ അല്ല, DNA അല്ല. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവിന്റെ ചിപ്പ് പ്രാപിച്ചവർ മരണം കാണാതെ എടുക്കപ്പെടാറ്. ചെന്നിലോട് ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഈ കോവിഡിന്റെ മറവിൽ ഇന്ന് രാത്രി കരമുയർത്തിപ്പറ മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇന്ന് രാത്രി യേശു മാത്രം രക്ഷകൻ. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് രാത്രി ആനയുടെ വാല ചിപ്പ്, ഫാസ്ടാഗിന്റെ ചിപ്പ് വരുന്നെങ്കിൽ പറയണം, ഇസ്രായേൽ മക്കൾ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നപ്പോൾ സ്തോത്രം, സംഹാരകൻ എവിടം തൊട്ട് എവിടം വരെ കയറി മക്കളെ? ഫറവോന്റെ കൊട്ടാരം മുതൽ കുണ്ടറ വരെ കയറി. പക്ഷെ ഒരു ഇസ്രായേൽ മക്കളുടെ വീട്ടിനകത്ത് കയറിയോ? ഇല്ല. എന്താ അവിടെ? കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. ഇന്ന് രാത്രി ആന്റി ക്രൈസ്റ്റും അവന്റെ അമ്മായിയപ്പൻ ഇവിടെ വന്ന് ദൈവമക്കളെ തൊടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പഴയ നിയമ ഇസ്രായേലിന്റെ വീട്ടിനകത്ത് ഒരു കാലവൻ വെച്ചില്ല. അങ്ങനെയെങ്കിൽ പുതിയ നിയമ ഇസ്രായേൽ ആരാ? ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പെസഹ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടത്, അവന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ തൊടുക ശത്രുവിന് കഴിക്കത്തില്ല. അതിനു മുമ്പ് കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്ക്. ചെന്നിലോട് ഇപ്പോൾ നാം അംശമായി കാണുന്നു, ഇപ്പോൾ നാം അംശമായി പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കയില്ല. ബലഹീനതയിൽ വിതയ്ക്കും, ശക്തിയിൽ നാം ഉയർക്കും. പ്രാകൃത ശരീരം മാറും, ആത്മീയ ശരീരമായി രൂപാന്തരപ്പെടും. അപമാനത്തിൽ നാം വിതയ്ക്കുമെങ്കിൽ തേജസ്സിന്റെ മഹത്വത്തിൽ ഉയർക്കാൻ കാലമായി. ഇന്ന് രാത്രി തീ പോലെ കത്തുന്ന ഒരു പളുങ്ക് കടൽ അവിടെ ഞാൻ കണ്ടു. 1 മൃഗത്തോടും, 2 അതിന്റെ പ്രതിമയോടും, 3 അതിന്റെ സംഖ്യയോടും ജയിച്ചവർ കുഞ്ഞാടിന്റെ വീണകൾ മീട്ടിക്കൊണ്ടിരുന്നു. ഈ കോവിഡിന്റെ മറവിൽ 2 മണിക്കൂർ സത്യവചനം, സയൻസും ബൈബിളും പ്രവചനം അടക്കി. ഇന്ന് രാത്രി ഈ കോണിലോ ബിൽഡിങ്ങിലോ എവിടെയെങ്കിലും ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ, മകനെ മകളെ, കൊട്ടാരമായാലും മരണം നിന്നെ പിടിക്കും. കോട്ടയ്ക്കകത്തും മൃത്യു കടന്നു വരും. പയറ് പോലെ തിരുവനന്തപുരം നിയമസഭയ്ക്കകത്ത് ആരംഭകാലത്തിൽ എൻ്റെ സുഹൃത്തായിരുന്നു PT തോമസ്, എറണാകുളംകാരൻ, നിങ്ങൾക്കറിയാം. സൂപ്പറായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ തട്ടിക്കയറുന്ന ധീരനായ ഒരു MLA ആയിരുന്നു. പക്ഷേ അദ്ദേഹം പോലും അറിഞ്ഞില്ല നട്ടെല്ലിനകത്തൊരു ക്യാൻസർ വന്നത്. 2 മാസം 3 മാസം എടുക്കുന്നതിന് മുമ്പ് ഈ ലോകത്തോട് ശ്രീ PT തോമസ് ഗുഡ് ബൈ പറഞ്ഞു. ബിപിൻ റാവത്ത് ഇന്ത്യയെ കരസേനയുടെ ലോകത്തിന്റെ ഉന്നതയിൽ എത്തിക്കാൻ പോയപ്പോൾ അവിചാരിതമായി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണത്തിൽ മരിച്ചു. ഇന്ന് രാത്രി ചെന്നിലോടെ മരണം നിശ്ചയം, സമയം നിശ്ചയമല്ല. ഇന്ന് രാത്രി മരണം നിന്നെ പിടിച്ചാൽ ദേഹത്തിനും ദേഹിയും ഓട്ടെ, ആത്മാവിനൊരു സ്ഥലം ഇവിടെ ഉള്ളത്. സ്തോത്രം. ഇന്ന് രാത്രി ഹൈന്ദവരുടെ വേദങ്ങൾ, മഹാഭാരതം പറയുന്നു, മഹാവിഷ്ണു രേഖപ്പെടുത്തുന്നു, ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് ദണ്ഡിപ്പിക്കുന്ന ശിക്ഷാവിധി. ഇസ്ലാമിന്റെ ഖുർആൻ പറയുന്നു, ഭൂമിക്ക് കീഴെ പാതാളത്തിൽ കൊത്തിവലിക്കുന്ന പാമ്പുകൾ. ബൈബിൾ പറയുന്നു, ഭൂമിക്ക് കീഴിൽ കെടാത്ത തീയും ചാകാത്ത പുഴുവും. കുഞ്ഞ്, 2 കാര്യം ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. 1 യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ്, 2 മനുഷ്യന്റെ മരണം. എന്നാൽ ഇന്ന് രാത്രി പറയണം, ആ മരണം എന്നെ പിടിക്കുന്നതിന് മുമ്പ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവന് ഞാൻ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചാൽ എന്റെ കല്ലറയ്ക്കപ്പുറത്ത് അവൻ എന്നെ മാടി വിളിക്കും. സ്തോത്രം. ഇന്ന് രാത്രി എന്ത് ചെയ്യണം? പുണ്യ സ്ഥലങ്ങൾ തേടണ്ട. ചെന്നിലോട്ട് കോളനിക്കകത്തോ ആനേറെ സൗണ്ടിൽ ഞങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്തോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഈ പുതുവർഷം 2-ാം ദിനം കരമുയർത്തി ഒറ്റ കാര്യം പറയണം, യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ ഏക രക്ഷിതാവ്, യേശു എൻ്റെ ഏക കർത്താവ്. മകനെ മകളെ, നിന്റെ പേരൊരു ജീവന്റെ പുസ്തകത്തിൽ ചേർത്ത് ആ പുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാൻ കാലമായി. തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ കോർപ്പറേഷനകത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പോലെ ഇന്ന് രാത്രി നീ കരമുയർത്തി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ നിനക്ക് കിട്ടുന്ന ബോർഡിംഗ് പാസിന്റെ പേര് രക്ഷയുടെ ടിക്കറ്റ്. രക്ഷയുടെ ടിക്കറ്റ് ഉള്ളവനെ ചേർക്കുവാൻ യേശു വരാൻ കാലമായി.
കഴിഞ്ഞ ദിവസങ്ങളിൽ, കോവിഡ് ദിവസങ്ങൾ, ഞാൻ അനേക കവലകളിൽ കർത്താവിന് വേണ്ടി പ്രസംഗിച്ചു പരസ്യയോഗത്തിൽ. അന്ന് ചില പുസ്തകങ്ങൾ വായിച്ചിട്ട് പോയത്. ഞാൻ പുസ്തകം വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്താ ഒരു കാര്യം മനസ്സിലായി? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ചാച്ചാജി ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന് ആന്ധ്രയിൽ ഒരു CSI മിഷനായിട്ട് ഭയങ്കര അടുപ്പമായിരുന്നു. ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധിജിയും യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടതാ, ഉപമകൾ. അങ്ങനെ ഇത് കേട്ട ജവഹർലാൽ നെഹ്റു ആന്ധ്രയിലെ മിഷനറി കാണാൻ വരും, സന്തോഷമായിട്ട് ചായയൊക്കെ കുടിക്കും, അദ്ദേഹം തിരിച്ചു പോകും. ഒരിക്കൽ സംഭവിച്ചു, ഈ മിഷണറി വന്നപ്പോൾ ചാച്ചാജി പറഞ്ഞു, ഒരു 4 മാസം കഴിഞ്ഞ് അങ്ങൊന്ന് മടങ്ങി വരണം, അന്ന് ഞാൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറും, ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. ആന്ധ്രയിലെ മിഷണറിക്ക് ചായ കൊടുത്തു, ബസ് ഫെയർ കൊടുത്തു. മിഷണറി ആന്ധ്രയിൽ മടങ്ങിപ്പോയി. 5-ാം പക്കം വാർത്ത കേട്ടു, ജവഹർലാൽ നെഹ്റു പാസ്ഡ് അവേ. ഇന്ന് രാത്രി ചെന്നിലോട് നീ വിട്ടേക്കുന്ന ശ്വാസം പുറത്തോട്ട് പോയി അകത്തോട്ടൊന്ന് വിഡ്രോ ചെയ്തില്ലെങ്കിൽ നിന്റെ കടപ്പ് നാളെ സെമിത്തേരിയിലാ. സ്വോത്രം. അങ്ങനെയെങ്കിൽ 70 വയസ്സ് നിനക്ക് കിട്ട്. 365 കൊണ്ട് ഗുണിച്ചാൽ 25,500 ദിവസം പറക്കാമെന്നൊരു പറവയാ മനുഷ്യൻ. 80 കിട്ടിയാൽ 29,550 ദിവസം പോട്ട്. 100 വയസ്സ് കിട്ടിയാൽ 36,500 ദിവസം പരദേശി വാസത്തിന് വന്ന ദൈവമക്കളാ നമ്മൾ. ഇവിടെ വിട്ടാൽ നിനക്കൊരു വീടുണ്ടോ? പോകാൻ പറയണ കൂടാരമായ ഭൗമഭവന മണ്ണിനകത്ത് കെട്ടുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമൊരുക്കി നാഥൻ വരാറായി. സ്ലീഹന്മാർ പറഞ്ഞു, യേശു പോയതുപോലെ മടങ്ങി വരും. ദൂതന്മാർ ഒലിവുമലയിൽ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയ യേശു പോയതുപോലെ മടങ്ങി വരും. അന്ത്യത്താഴ നാളികകളിൽ, അന്ത്യത്താഴത്തിന്റെ ദിനങ്ങളിൽ, ക്രൂശീകരണത്തിൽ, യോഹന്നാൻ 13 മുതൽ 19, 14 ആകെ കലങ്ങിയ ശിഷ്യന്മാരോട് പറയുന്നു, മക്കളെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ അപ്പച്ചൻ്റെ വീട്ടിൽ അനേക കൊട്ടാരമുണ്ട്. ഞാൻ പോയി ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് പിന്നെയും നിങ്ങളെ വന്ന് മടക്കി ചേർത്തുകൊള്ളും. പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക ദൈവം യേശു മാത്രം ചെന്നിലോട്. ഉലകത്തിലെ മഹാന്മാർ മുഴുവൻ ഇന്ന് കല്ലറയ്ക്കകത്ത്, റഷ്യക്കകത്ത് മാർക്സും ഏംഗൽസും കിടക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയ മഹാത്മജിയും നെഹ്റുജിയും ഇന്ദിരാജിയും രാജീവ് ഗാന്ധി രാജ്ഘട്ടിലെ കല്ലറയ്ക്കകത്ത് കിടക്കുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചങ്കൂറ്റത്തോടെ പറയാം, ഇസ്രയേലിന്റെ പടിഞ്ഞാറേ തെരുവിൽ അരിമറ്റക്കാരനായ യോസഫിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അവിടെ 27 ഭാഷകളിൽ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, മരിച്ചവരിൽ ആദ്യമലക്കറ്റ അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവനായി കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ യേശു വരാറായി. എബ്രായർ 9:27. ഒരിക്കൽ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ അർപ്പിക്കപ്പെട്ടു. ഇനി തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമതും യേശു മടങ്ങി വരും. ഇന്ന് രാത്രി ചൂളമടി തുടങ്ങി സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി. മൃഗത്തോടും പ്രതിമയോടും അതിന്റെ സംഖ്യയോടും ജയിച്ചവർ കുഞ്ഞാടിന്റെ വീണകൾ മീട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് രാത്രി ചെന്നിലോടെ ഈ രാത്രി യോഗം കഴിഞ്ഞ് ഞാൻ ചാത്തന്നൂർ എൻ്റെ ഭവനത്തിൽ എത്തിയെന്ന് പറയാവൂ. നെടുമങ്ങാട്ടെന്ന് ബിനു ബ്രദർ അവിടെ എത്തിയിട്ടേ പറയാം. ആർക്കും ആയുസിനകത്ത് ഒരു ഗ്യാരണ്ടിയില്ല. എന്നാൽ ഞങ്ങൾക്കൊരുറപ്പുണ്ട്, വഴി തീർന്നാലും, കപ്പക്കാലെ തീർന്നാലും, വണ്ടി ആക്സിഡന്റ് തീർന്നാലും, സുനാമി തീർന്നാലും ഞങ്ങളുടെ ശരീരം മാത്രമേ ഇവിടെ കാണൂ. ആത്മാവ് എത്തേണ്ടിടത്തെത്തും. സ്വോത്രം. ഇന്ന് രാത്രി ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവന്റെ കീഴപാതാളങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു. ഈ സത്യ സന്ദേശം ചെന്നിലോടിന്ന് കേട്ടിട്ട് കുഞ്ഞ് ഇന്ന് രാത്രി മടങ്ങി വാ. നിന്റെ മുമ്പിൽ 2 ടിക്കറ്റ് ഉണ്ട്. എന്താ? തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ 10 രൂപയുടെ ഒരു ടിക്കറ്റ് കിട്ടും. 10 രൂപയുടെ ടിക്കറ്റിന് എന്താ പ്രത്യേകത? പ്ലാറ്റ്ഫോം ടിക്കറ്റ്. അതെടുത്താൽ എന്ത് സംഭവിക്കും? ആര്യായി കയറി ചായ കുടിക്കാൻ ട്രെയിനിൽ കയറാൻ പറ്റത്തില്ല. എന്നാൽ 4 ദിവസം മുമ്പ് കോഴിക്കോട് കൺവെൻഷന് വേണ്ടി സജു ചാത്തന്നൂർ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്നും എൻ്റെ മൊബൈലിൽ ഞാൻ ഞെക്കി നോക്കിക്കൊണ്ടിരിക്കും, ട്രെയിൻ എപ്പോഴാ, ലേറ്റ് ഉണ്ടോ. അതിനകത്ത് ട്രെയിൻ വരുന്ന സമയവും അതിന്റെ ക്ലിയറൻസ് കാണുമ്പോൾ എനിക്കറിയാം എന്റെ ട്രെയിൻ കൃത്യസമയത്തെത്തും. സ്വോത്രം. അത് പിന്നെ കുഴിത്തറ, ഇരണിയേലും നെയ്യാറ്റിങ്കരും വരുമ്പോ ഒരു റൂട്ട് കാണിക്കും. ഉടനെ ഞാൻ തമ്പാനു ചായ കുടിച്ചിട്ട് ഒന്നുകൂടെ നോക്കും, എന്റെ ടിക്കറ്റ് എത്ര, ബർത്ത് എത്ര, സീറ്റ് എത്ര. എന്റെ അകത്തൊരു പ്രത്യാശയുണ്ട്, എന്റെ വണ്ടി വരാറായി, അതിനകത്തൊരു ബർത്തുണ്ട്. ഇന്ന് രാത്രി രക്ഷയുടെ ടിക്കറ്റ് പ്രാപിച്ച ദൈവമക്കൾ ഈ ലോകത്തിലെ കോവിഡ് കാണുമ്പോൾ പറയണം, സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി. മരണം കാണാതെ നാം എടുക്കപ്പെടാറായി.
സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇന്ന് രാത്രി ചെന്നിലോട്, ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റുവാൻ യേശു വരാൻ കാലമായി. ഇന്ന് രാത്രി അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എന്റെ ശബ്ദം കേട്ട് ഇന്ന് രാത്രി ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും. ഹൃദയത്തിന്റെ കവാടം ഇന്ന് രാത്രി ആര് തുറക്കും? ഇന്ന് രാത്രി നിനക്ക് നിത്യതയുണ്ട്. നിനക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ എൻ്റെ യേശു പരമയാഗമായി. സ്തോത്രം. അവസാനിപ്പിക്കാൻ പോവുക പുതുവർഷത്തിൽ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം. അവൻ നിന്നെ സഹായിക്കും, അവൻ നിന്നെ ശക്തീകരിക്കും. അവന്റെ നീതിയുടെ വലങ്കരം നിനക്ക് വേണ്ടി വെളിപ്പെടും. രാത്രി നിർത്താൻ പോവുക. വചനം മനസ്സിലാക്കണം. ഈ വാക്യം കുറിവാക്യമായി എടുക്കണം. വാക്യം ഞാൻ വായിക്കുന്നില്ല. നിന്നെ ശക്തീകരിക്കുന്ന ഒരു കരം, നിന്നെ സഹായിക്കുന്ന കരം. തീർന്നില്ല, നീതിയുടെ വലം കൈ നിന്നെ താങ്ങും. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം 3 മേഖലകളിൽ. 1, ഗതസമന, ചുംബനത്തിന്റെ മുദ്ര. ഗബദ, തകർക്കപ്പെടുന്ന മുദ്ര. ഗോൽഗോത്ത, പരമയാഗം. ഗതസമനയിൽ മതകാര്യ കോടതികൾ പിടിക്കുമ്പോൾ യേശു ഒരമ്പ് ദൂരത്തിരുന്ന് പ്രാർത്ഥിച്ചു. സ്വർഗം അവനെ ശക്തീകരിച്ചു. ഈ 2022 സഹോദരങ്ങൾ പറയണം, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നെ ശക്തീകരിക്കുവാൻ സ്വർഗത്തിന്റെ കരമിറങ്ങി വരും. തീർന്നില്ല, പച്ച പൈൻമരം കൊണ്ടുള്ള ക്രൂശ് യേശു ചുമക്കുവാനിടയായി. ആര് സഹായിക്കും? ക്രൂശ് ചുമക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. എന്നാൽ ഒരാൾ വന്നു, കുറേനക്കാരനായ ശീമോൻ. സഹായിച്ചില്ലേ? തീർന്നില്ല. കാൽവരിയുടെ കൊലക്കളത്തിൽ ഒരു സൈന്യാധിപൻ പടയാളിയുടെ കയ്യിലേക്ക് കുന്തപെറിയുന്നു. അതിനു മുമ്പ് യേശു പറഞ്ഞു, ഏലി ഏലി ലമ്മ ശബത്താനി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു. എൻ്റെ അസ്ഥികളെല്ലാം തൂകുന്നു സ്വർഗമേ. പക്ഷെ പടയാളി ആ കുന്തം യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവന്റെ അസ്ഥി ഒന്നും ഒടിഞ്ഞില്ല. അവൻ പ്രാണനെ വിട്ടു. നീതിയുടെ വലങ്കരം അവനെ താങ്ങി. 2022 ചെന്നിലോടും ആനേറെ നല്ലിക്കുഴിയും ഈ ഒരു യോഗം വെച്ചപ്പോൾ ലോകരാജ്യങ്ങളിൽ ഇവിടെ കേൾക്കുന്ന ദൈവമക്കൾ പറയണം, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ കരം. ആരെ സഹായമില്ലാത്ത സ്ഥാനത്ത് കുറേനക്കാരനായ ശീമോനെ അയച്ചതുപോലെ എനിക്ക് വേണ്ടി ആ കരം വെളിപ്പെടും. ഞാൻ തകർന്ന് തൂകേണ്ട സ്ഥാനത്ത് അവന്റെ നീതിയുടെ വലങ്കരം എന്നെ താങ്ങി നടത്തും. ചൂളമടി തുടങ്ങി കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി. പറയാം, വീശുക ഈ തോട്ടത്തിനുള്ളിൽ, ജീവയാവി പകർന്നിടുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരാറായി.